ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവ വ്ളോഗ്സ്. നമ്മളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളായില്ലേ ഡേ ഇൻ മൈ ലൈഫ് ഇട്ടിട്ട്. അപ്പൊ എന്റെ കുക്കിംഗ് ഒക്കെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കമന്റും കണ്ടിരുന്നു. എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കുക്കിംഗ് വീഡിയോ ഇടുമോ എന്ന് ചോദിച്ചിട്ട്. എന്തായാലും നമുക്ക് ഒരു വീഡിയോ ഇടാം. പിന്നെ കണ്ടു കമന്റ്. പിന്നെ നമ്മുടെ ലോങ് വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ പറയും എത്ര നീളം വെച്ചാലും ഇട്ടോളൂ, എന്താ പറയാ ഞങ്ങള് കണ്ടോളാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് താങ്ക് യു കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. അതിനുള്ളിൽ ഞാനിവിടെ ഒക്കെ വാരി വലിച്ചിട്ടിരിക്കും കേട്ടോ. ഞാനിവിടെ പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. പെയിന്റ് അവിടെ മാത്രമല്ല, എന്റെ തലയിലും ഒക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. അതവിടെ മുടിയിലൊക്കെ ആയിട്ടുണ്ട്. ഇത് നോക്കിയേ, കണ്ടോ നമുക്ക് ലാവണ്ടർ പെയിന്റ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അടുക്കള എനിക്ക് മെസ്സായി കഴിഞ്ഞ ഇഷ്ടമാണ്. അടുക്കള എന്നല്ല, എവിടെയും മെസ്സായി എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ അടുക്കളയിൽ ഇങ്ങനെ അവിടെ വെച്ചിട്ട് കറിയുടെ ഒക്കെ ഒരു പാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ച് ലാവണ്ടർ പെയിന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ രാവിലെ തന്നെ അത് അടിച്ചിട്ട് ടേബിളൊക്കെ ഇങ്ങോട്ട് നീക്കിയിട്ടിരിക്കും. അപ്പൊ ഇനി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഇപ്പൊ നമ്മളവിടെ പൂരമൊക്കെ ആവാറായില്ലേ, അപ്പൊ ഒരു ക്ലീനിങ് ഒക്കെ ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. അപ്പൊ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. പെയിന്റ് അടിച്ചത് ഇവിടെയാണ് ഞാൻ പെയിന്റ് അടിച്ചിരിക്കുന്നത്. കണ്ടോ, ഞാൻ ടേബിളൊക്കെ ഇങ്ങോട്ട് നീക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചീരയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സാധനം തന്നെ നോക്കി, ഇവിടെയൊക്കെ അങ്ങനെ വൃത്തിയായിട്ട് പെയിന്റ് അടിച്ചു. പെയിന്റ് അടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നോക്കിയേ, വൃത്തിയിൽ ഇപ്പൊ ഒരു പെയിന്റ് അടിക്കുന്ന ഒരാളിനെ വിളിച്ചാൽ എങ്ങനെ, അതുപോലെ വൃത്തിയിൽ തന്നെ ഞാനും വൃത്തിയായിട്ട് പെയിന്റ് അടിച്ചേക്കുന്നത്. ഇതവിടെ മുകളിലൊക്കെ അടിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നിറയെ കറിയൊക്കെ പോയതിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ടേബിളിൽ ചേർത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിന് മുൻപുള്ള വീഡിയോസിൽ കണ്ടറിയാൻ പറ്റും. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് കുക്കിംഗ് തുടങ്ങാം. നിങ്ങൾക്ക് ഞാൻ ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പം നമ്മൾ കുറച്ച് ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് സ്രാവാണ്, കുറച്ച് ഉണക്ക ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഉണക്ക ചെമ്മീൻ മാങ്ങിയിട്ടിട്ട് നമ്മളൊരു കറി വയ്ക്കും. അത് ഉണ്ണിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പൊ ഉണ്ണി കുറച്ച് മുൻപ് എന്നോട് പറഞ്ഞു, മമ്മി യാദൃശ്യമായിട്ട് പറഞ്ഞതാണ്, മമ്മി ഉണക്ക ചെമ്മീൻ മാങ്ങയും കൂടെ കറി വെച്ച് തരുമെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും വെച്ചു കൊടുക്കാന്ന്. ഇവിടെ അടുത്തൊരു കടയിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. അതെനിക്ക് ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നി. ഒരുപാട് വേസ്റ്റ് കയ്യിലുണ്ടായിരുന്നു. ഒരു ഏറ്റവും ലോ ക്വാളിറ്റിയെ തോന്നുന്നു. അത് നന്നായിട്ടുണ്ടായിരുന്നില്ല. ഇതിന് മുൻപ് ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മുഴുവൻ നമ്മൾ കളയുകയാണ് ചെയ്തത്. ഒരുപാട് അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കുറച്ച് നല്ല ഫ്രഷ് ചെമ്മീനാ തോന്നുന്നു. ഞാൻ ക്ലീൻ ചെയ്ത ചെമ്മീനാ വാങ്ങിച്ചിട്ട്. അതിന് കുറച്ച് റേറ്റ് അധികം ഉണ്ട്. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചാ കേട്ടോ. ഓൺലൈന് പറഞ്ഞാൽ അങ്ങനെ ഒരു പേജ് നമ്മൾ കാണില്ല. അങ്ങനെ ഇതെങ്ങനെയുണ്ട് ഇതിലൊരു എന്തോ ഒരു കറുത്തൊരു പീസ് ഇട്ടുണ്ട്. അത് എന്താണെന്ന് അറിയില്ല കേട്ടോ. അതിൻ്റെ തോല എന്തൊക്കെയാണ്. അപ്പം എന്തായാലും നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. നമ്മൾ ഉണക്കമീനൊക്കെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളിരിക്കും. ചെറുതിനെ കട്ടിട്ട് പോയിട്ടോ. ചെറുതില്ലേ, ചെറുത് ഇടയ്ക്ക് അവളെ കളിക്കൊക്കെ നിന്ന് കൊടുക്കും. ചിലപ്പോ നല്ല താങ്ങും കൊടുക്കും. എന്താണ്ടായി, കിഡ്നാപ്പ് ചെയ്ത് കുട്ടീനാണെങ്കിൽ 10 ലക്ഷം എടുത്തോ. ഓ പഴം പിടിച്ചേക്ക് വേണ്ട. ൂട്ടറിലെടുത്തിട്ട് കുട്ടീനെ വേണോ? അതിന്റെ മുടിക്കെട്ട് മാറ്റി. ഇല്ല, ഉണ്ണിമാ, ഉണ്ണി വാ ഉണ്ണി. ഇല്ല ഞാൻ ഇപ്പൊ പോവും. എനിക്കില്ലേ, എനിക്ക് വയറുവേദനയാണ്. പീരീഡ്സ് ഒക്കെ ആയി. എന്താ മമ്മി ഇത്ര ബ്രെഡ് ഇല്ലേ? നാളെ വരെ ഉള്ളു എക്സ്പീരി ഡേറ്റ്. വേഗം എല്ലാം കഴിച്ചോ. എവിടുന്ന് വാങ്ങിച്ചത്? നോക്കി മേടിക്കുന്നത് നമ്മളാണേ. അവര് എക്സ്പീരി ഡേറ്റ് കഴിയുന്ന വരെ അവിടെ വെക്കും. നോക്കി മേടിക്കാറാണ് ബുദ്ധിയില്ലാത്ത.
2 ദിവസം മുന്നേ മേടിച്ചല്ലേ. ഇന്നലെ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോ വേം പോവാ ആദ്യം ഇന്നലെ ഇല്ലല്ലോ നമ്മൾ അമ്പലത്തിൽ പോയത്, മിഞ്ഞാന്ന് നമ്മള് പോയത്. ഇന്നലെ രാവിലെ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴേ ഒന്ന് പോണിമ വയ്യ എനിക്കേ. ഞാൻ പറഞ്ഞു പോയിട്ടില്ല. എന്താ വേണ്ടത്? അരി എടുത്തിട്ടാ പോയിട്ട് എത്ര എണ്ണം? 2 എണ്ണം. എത്ര ഗ്ലാസ്? ഒരു ഗ്ലാസും കുറച്ചു. അതിലല്ല അരി ചെമ്പ് അവിടെ വെച്ചിട്ടുണ്ട്. ഒരു വീഡിയോ എടുക്കാന്ന് ഞാൻ ആദ്യം തീരുമാനിച്ചു. പിന്നെ പിന്നെയാണ് വയറുവേദന വന്നത്. ലാവൻഡർ കളറൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്ക്. മമ്മി മുടിയില് അത് കാണുന്നില്ല. പെയിന്റ് ബാക്കിലേക്ക് മുടിയിലേക്ക് അതിന്റെ ഇങ്ങനെ ചുമരില് പെയിന്റ് അടിക്കുമ്പോ എങ്ങനെ തലയിലായിരുന്നു ഒരു പിടിയില്ല കേട്ടോ. എല്ലായിടത്തും ലാവൻഡർ കളർ ആയിരിക്കണു. ഇനിയിപ്പോ അത് പോവില്ലേ? അപ്പൊ നമുക്ക് ചെമ്മീൻ കറി വെക്കണ വെച്ചാൽ മാങ്ങ വേണം. അപ്പൊ ഉണ്ണിയെടുത്ത് നമുക്ക് മാങ്ങ വാങ്ങിച്ചു തരാൻ വേണ്ടി പറയാം അല്ലേ? നിങ്ങളത് അറിയണം. ഞാൻ പറഞ്ഞില്ല എനിക്ക് പീരീഡ്സ് ആണ്, വയറുവേദനിക്കുന്നുണ്ടെന്ന്. അപ്പൊ ഞാന് ഉണ്ണിയോട് മാങ്ങ വാങ്ങിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റേ ഞാൻ പറഞ്ഞില്ലേ ചെമ്മീനും മാങ്ങയും കൂടെ ഇട്ടുള്ള കറി വെക്കാച്ചിട്ട് എനിക്കാണിച്ചു. പിന്നെ വയറുവേദനിക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടെ പറഞ്ഞു ഒരു 1/2 മണിക്കൂർ എനിക്ക് തരണം, അത് കഴിഞ്ഞ് ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. അപ്പോൾ മമ്മി കുറച്ച് നേരം അതുവരെ റെസ്റ്റ് എടുത്തോന്ന് പറഞ്ഞു. എനിക്കാണിച്ച് നല്ലോണം വയ്യാണ്ട് വരുന്നുണ്ടായിരുന്നു. കാരണം അറിയാലോ വയറുവേദനയും കൈയും കാലൊക്കെ ഇങ്ങനെ വേദനിക്കാൻ തുടങ്ങി. ഞാൻ ജസ്റ്റ് ഒന്ന് കിടന്നു കേട്ടോ. ഇപ്പം സമയം 5 മണിയായാണ്. ഇന്ന് അവളൊരു തുള്ളി വെള്ളം എനിക്ക് തന്നിട്ടില്ല, ഫുഡും തന്നിട്ടില്ല. എനിക്ക് വീഡിയോ എടുക്കണ്ടായിരുന്നേ. ഫുഡും തന്നിട്ടില്ല. ഇവള് കൂളിംഗ് ഗ്ലാസും വെച്ച് ഗാനമേളയ്ക്ക് പോകുന്ന പോലെ കെട്ടിയിട്ട് ഇവള് ഇരിക്കുക. എന്നാ ഒന്ന് വേറെന്തെങ്കിലും കറി ഉണ്ടാക്കി ചോറ് തരിക, അതും ചെയ്തില്ല കേട്ടോ. എന്താ നോക്കി നോക്ക് ഇവള് ഞാൻ എന്താ ചെയ്യണ്ടേ. ഉച്ചക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉച്ചയ്ക്ക് ഒരു കിടന്നുറക്കുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഞാനിവിടെ ഈ സെറ്റിൽ ഇവിടെ കിടക്കും, അവൾ ഇപ്പുറത്തും കിടക്കും കേട്ടോ. മമ്മി ഞാൻ കിടക്കുമ്പോൾ ഉറങ്ങുമ്പോൾ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ മമ്മി അപ്പുറത്ത് എന്താണ് പറയുന്നത്? എന്ത് സന്തോഷം? അതിനെന്താ ജോളിയാവാൻ കാരണം? ഒരു സന്തോഷം. നമ്മളപ്പുറത്ത് നോക്കുമ്പോ മമ്മി നമ്മുടെ പുറത്ത് സന്തോഷം. അത് വല്ലാത്തൊരു സന്തോഷമാണ്. അവളെ ചെറുത് പെണ്ണീട്ട് വന്നിട്ട് ചെറുതിന് പനി മാറിയിട്ടില്ല ടൂർ പോയി വന്നതിന്റെ. എന്നിട്ടിപ്പോ അത് അടങ്ങിയിരിക്കണ്ട എവിടെയും. എന്തായാലും ഞാൻ എണ്ണീട്ട് ഉണ്ണി ഇപ്പോഴെങ്കിലും ഒരു മാങ്ങ വാങ്ങിയിട്ടോ ഉണ്ണി പോയിട്ട്. പൊതുവെ ശരീരമൊക്കെ വളരെ മോശമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇതും കൂടി ആയപ്പോൾ പിന്നെ ഒട്ടും പറയണ്ട. വേഗം കറിയും കൂടെ വെച്ചാൽ അവൾക്ക് ഇഷ്ടപ്പെട്ടതല്ലേ വെച്ചിട്ട് വെച്ച് കൊടുക്കാന്ന് വിചാരിച്ച അവളാണ് ചെന്നെ തേച്ചു ഗൈസ്. അത് കഴിച്ചാൽ മതി. അവൾ കറക്റ്റായിട്ട് അറിയാട്ടോ അവളെ എടുത്തിട്ട് വരും പോയിട്ട്. കണ്ടോ പൊങ്ങിച്ച് പിടിക്ക്. ഒരു കൊല വാഴക്കായ ഉണ്ട്, കൊലുണ്ട്, നല്ല നേന്ത്രപ്പഴം കേട്ടോ. നിങ്ങളപ്പോൾ വിചാരിക്കുന്നത് എവിടെ നിന്നാന്ന്? ഇത് എൻ്റെ ഉണ്ണിച്ചക്കനെ മമ്മി കൊണ്ടുവന്നതാ. ഇത്ര ദിവസം ഇവിടെ ഇരുന്ന് കഴിച്ചു കേട്ടോ. ഞാനത് ആർക്കെങ്കിലും കുറച്ച് കൊടുക്കണം വെച്ചിട്ടിരിക്കുക. കാരണം നല്ല പഴമാണ്, കേട്ടോ. അപ്പോൾ ചേച്ചി കൊണ്ടുവന്നതാ ഉണ്ണിച്ചക്കൻ്റെ മമ്മി. അതൊക്കെ പഴുത്തു. പച്ചക്കൊല കൊണ്ടുവന്നതാ. ഇവിടേക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു കൊല, വീട്ടിലേക്ക് ഒരു കൊല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, മണിയമ്പാറയ്ക്ക് ഒരു കൊല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പഴം മൊത്തം പഴുത്തു. അവൾ കുറേയൊക്കെ ഇരുന്ന് കഴിച്ചു, എന്നിട്ടത് കഴിഞ്ഞിട്ടില്ല. അപ്പം അതിരുന്ന് കഴിച്ചോട്ടെ അവള്. ഇല്ലേ കുഞ്ഞാവേ? കുഞ്ഞാവ് പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ. കാണിച്ചാൽ കുറച്ച് കുഞ്ഞാവിനെ കാണിക്കാൻ സമ്മതിക്കില്ല. ഗൈസ് അങ്ങനെ ഉച്ചയ്ക്ക് 1 o'clock പറഞ്ഞതാണ് മമ്മി എൻ്റെ അടുത്ത് പോയിട്ട് ഒരു മാങ്ങ വാങ്ങിച്ചു കൊണ്ടുപോവാ. ഉണ്ണിക്ക് ഇഷ്ടപ്പെട്ട ചെമ്മീൻ കറിയും മാങ്ങയും വെച്ചരാന്നുള്ളത്. ഞാൻ ആ മമ്മി അടുത്ത് പറഞ്ഞു, മമ്മി ഒരു 1/2 മണിക്കൂർ പോയി കിടക്ക്, ഞാൻ എൻ്റെ കുറച്ച് പണിയുണ്ട്, അത് തീർത്തിട്ട് ഞാൻ മമ്മിക്ക് മേടിച്ച് തരാം, എന്നിട്ട് നമുക്കത് ഒരുമിച്ച് കുക്ക് ചെയ്യാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സമയം 7 മണിയാവാൻ പോകുന്നു രാത്രി.
ഞാൻ ഇതുവരെയായിട്ട് മമ്മിക്ക് ഞാൻ മാങ്ങ മേടിച്ചു കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു. എന്താ രാവിലെ മമ്മി കോളിഫ്ലവർ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉച്ചയ്ക്ക് ഇച്ചിരി സ്പെഷ്യൽ ഉണ്ടാക്കി തരാന്ന് വിചാരിച്ചിട്ടാണ് എന്ത് പറഞ്ഞത്, ഉണ്ണി എന്ന മാങ്ങ മേടിച്ചിട്ട് വാന്ന് പറഞ്ഞത്. അപ്പൊ ഉച്ചയ്ക്ക് ചീരയൊക്കെ പൊട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചീര മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചീര മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, മമ്മി ഇന്ന് ഒരു അരമണിക്കൂർ പോയി കണ്ണടച്ചോളൂ എന്ന് പറഞ്ഞത്. കണ്ണടച്ചോന്ന് പറഞ്ഞു. പിന്നെ മമ്മി കണ്ണ് തുറക്കണത് ഞാൻ മമ്മീനെ വിളിക്കണത് 6 മണിക്കാണ്. മമ്മി ഇത് ഓൾറെഡി ചീരയൊക്കെ അരിഞ്ഞു വെച്ചത് നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം എനിക്ക് ചീര ഇഷ്ടമില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഈ ഒരു മുട്ടയുടെ റെസിപ്പി ഞാൻ എന്തായാലും ഒരു ഷോർട്സ് ഇടാം, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇത് നമ്മളുടെ അമ്മച്ചന്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. ഇത് അമ്മച്ചന്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ അന്നൊരു പണ്ട് ചെറുതിലെ അമ്മച്ചന്റെ വീട്ടിൽ പോയപ്പോ ഫുഡ് കഴിക്കാൻ ഉണ്ടായിരുന്നില്ല തോന്നുന്നു ഫുഡ്. അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്യും മക്കളെ, ഞാൻ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് അമ്മച്ചൻ ഉണ്ടാക്കി തന്നതാണ്. പിന്നെ ഇപ്പോൾ പോയാൽ അമ്മച്ചനോട് ഞങ്ങൾ ഇത് ഉണ്ടാക്കാൻ പറയും. ഇപ്പോഴും മമ്മി അതൊക്കെ കോപ്പി അടിച്ച് ഉണ്ടാക്കുകയാണെങ്കിലും ഇപ്പോഴും അമ്മച്ചൻ്റെ ഒരു ടേസ്റ്റ് വരത്തില്ല, അമ്മച്ചൻ ഉണ്ടാക്കണ അത്ര ടേസ്റ്റ് വരത്തില്ല. പക്ഷെ അത് ഇൻസ്പയർഡ് ആക്കിയിട്ട് മമ്മി ഉണ്ടാക്കിയതാണെങ്കിലും എന്താ പറയുക, ഈ ഒരു ഓംപ്ലേറ്റ് എന്താ എനിക്ക് പറയാൻ അറിഞ്ഞൂടാ, മുട്ട വെച്ച് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഈ ഒരു സാധനം മാത്രം മതി, അത് മാത്രം മതി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമുക്കും അത് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ഞാൻ എടുത്തു അമ്മ അമ്മച്ചന്റെ മുട്ട ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കും. കാരണം അത്രയും ടേസ്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ റെസിപ്പി ഞാൻ എന്തായാലും ഷോർട്സ് ആയിട്ട് ഇടാട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഒന്നും കഴിക്കാനില്ലെങ്കിൽ ഈ ഒരു മുട്ട മാത്രം മതി. നിങ്ങൾക്ക് ഒന്നും കഴിക്കാൻ കറി ഇല്ലച്ച ഈ ഒരു സാധനം ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ബെസ്റ്റ് ആണ്, ബെസ്റ്റ്. ോ ഏകദേശം കാണാൻ ഇതുപോലെ ഇരിക്കും. ഇതിന്റെ സ്മെല്ലാണെങ്കിലും അറിയുന്നില്ല കേട്ടോ. അതിന്റെ സ്മെല്ലാണെങ്കിലും ടൂ ഗുഡാണ്. ഈ ഒരു പീസ് ഉണ്ടോ, ആ ഒരു പീസ് മാത്രം മതി നമുക്കൊരു ഫുഡ് എന്ന് വെച്ചാൽ ചോറ് കഴിക്കാൻ വേണ്ടിട്ട്. ഒരു എഗ് എടുത്തിട്ടാണ് ഉണ്ടാക്കുക കേട്ടോ. പക്ഷെ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ കുറേശ്ശെ ഒരു പീസായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതും തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മമ്മി ഉണ്ടാക്കുന്നത് തൈര് ഒഴിച്ച് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഒരുപാട് കറി അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട, ഈ 2 സാധനം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു. ഇത് 2 എനിക്ക് ഫേവറേറ്റ് ആണ്. പിന്നെ രാവിലെ അമ്മ ഉണ്ടാക്കിയ കോളിഫ്ലവർ കറിയും എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടത് കിട്ടണം, ഇല്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ നമ്മള് തോരൻ ഒന്നും കൂടി ഒന്ന് സെറ്റ് ആവാണ്ട് കേട്ടോ. വെള്ളം ഒന്ന് നന്നായിട്ട് വലിഞ്ഞു വരട്ടെ, അപ്പോഴത്തേനും സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ നാളികേരം ഇടാറില്ല കേട്ടോ, ഒന്ന് ഞാൻ വെറുതെ കുറച്ച് നാളികേരം ഇട്ടിട്ടുണ്ട്. ചീര നല്ല നിറയെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ വാടിയ പത്രമില്ല. ബാങ്ക് വിളിക്കുന്നുണ്ട്, അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ബാക്കി പറയാം കേട്ടോ. അപ്പോൾ എഗ്ഗും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ഫോണിൽ കൂടെ കാണുന്ന പോലെയല്ല, നേരിൽ നല്ല കളറാണ്. അപ്പം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ഫോണിൽ കാണുമ്പോൾ ഇത് കറക്റ്റ് ഒരു ഇത് അറിയാൻ പറ്റില്ല, പക്ഷെ അടിപൊളിയാട്ടോ. നമ്മൾ ചീരത്തോരനും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഓഫ് ചെയ്യാം. എന്താ ഇപ്പോൾ ആളില്ലേ, ചീര ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് നല്ല ഇഷ്ടമാണ്. മുട്ട എങ്ങനെയുണ്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുവേ. ഈ ഒരു പീസ് കേട്ടോ, നല്ല ടേസ്റ്റ്. ഇനി എന്റെ അടുത്ത് എന്തെങ്കിലും വന്ന് തല്ലോടം വരുമോ? ഇല്ല, അത് ക്യാൻസൽ ചെയ്യാന് നല്ല ടേസ്റ്റ് ഉണ്ട്. നേരത്തെ കഴിക്കട്ടോ. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ മാങ്ങ വാങ്ങിച്ചിട്ട് വരാച്ചിട്ട് വിശക്കണമെന്ന് പറഞ്ഞിട്ട് കഴിക്കുക. അപ്പൊ എന്തായാലും കഴിക്കട്ടെ. അപ്പൊ നമുക്ക് ഇനി മാങ്ങയും ചെമ്മീനും കൂടെ എങ്ങനെ വെക്കണമെന്ന് നമുക്ക് നോക്കാം അല്ലേ. പിന്നെ ചീരയിൽ ഞാൻ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇട്ടിട്ടില്ല. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അത് അത്രയും നമ്മൾ ഇഷ്ടത്തോടെ കഴിക്കണം, അത്രയും ടേസ്റ്റ്, നല്ല ടേസ്റ്റ്. കുറച്ച് എണ്ണ ഒഴിക്കും, കുറച്ച് കടുക് പൊട്ടിക്കും. അതിൽ ഉണക്കമുളക് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിലിടും. പിന്നെ 2 വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കുത്തി ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തതിന് ശേഷം ചീരട്ടു, കുറച്ച് നാളികേരം ഇട്ടു കേട്ടോ. ഇല്ലിച്ച് ഞാൻ നാളികേരം ഇടാറില്ല. എന്നിട്ട് നന്നായിട്ട് ചീര കഴിക്കത്തേണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി വേവിക്കുക തന്നെയാണ്. അങ്ങനെയാണ്. പിന്നെ മുട്ട ഉണ്ടാക്കിയത് എങ്ങനെയാ വെച്ചാൽ അത് വേണിച്ച് പറയാന്ന് കുറച്ച് നേരം. ഞാൻ എന്താ അറിയോ, ഇവളത് ഞാനത് സത്യം പറഞ്ഞ് മാറുന്നു. ഇവൾക്ക് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പോയതാണ്. അത് വേണിച്ചൊരു ഷോർട്സ് മാത്രമായിട്ട് ഇടാം. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആട്ടോ. അപ്പൊ അതങ്ങനെ. അപ്പൊ നമുക്ക് എന്തായാലും ഉണ്ണി വേഗം കഴിച്ചിട്ട് പോയിട്ട് മാങ്ങ വാങ്ങിച്ചിട്ട് വരട്ടെ, എന്നാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണിക്കാം. എൻ്റെ വാവക്കുട്ടിക്ക് നല്ലോണം എന്താ പറയുക, ടൂറ് പോയി വന്നതിന് ശേഷം പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ
കുഞ്ഞാപ്പ് അന്ന് തൊട്ടിട്ട് കുഞ്ഞാപ്പ് ഓരോതായിട്ട് ബിസിയാണ്. കോളേജ് ഡേ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഡാൻസ് പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞുകൂടി നല്ല ടയേർഡാണ് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മളതിൽ മാങ്ങ ഇട്ടിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് ചെനച്ചിട്ടുണ്ട്, അത് കുഴപ്പമില്ല. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും കൂടി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ ഒരു മൺചട്ടിയിൽ ഇതുപോലെ ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിക്കുക കേട്ടോ. അത് നന്നായിട്ട് വേവട്ടെ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കിയതാ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വേവിക്കുക. വെന്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തന്നിട്ട് ഗ്യാസ് ഓൺ ആക്കാമെന്ന് വിചാരിച്ചു. ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഇതങ്ങോട്ട് വേവട്ടെ ഇങ്ങോട്ട്. അപ്പോൾ അത് വേവുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം? ചെമ്മീൻ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വയ്ക്കണം. അപ്പോൾ അത് നന്നായിട്ട് വൃത്തിയായിട്ട് നമുക്ക് കഴുകിയെടുക്കാൻ വേണ്ടി പറ്റും. ഇത് ക്ലീൻ ചെയ്താൽ നമ്മൾ വാങ്ങിച്ചത്, എന്നാലും ചെറുതായിട്ട് ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് കരിയരുത്. അപ്പോൾ മാങ്ങയൊക്കെ നന്നായിട്ട് വേവുമ്പോഴത്തേനും നമ്മൾക്ക് അതിനിടയിൽ കൂടെ ഈ ഒരു കാര്യം കൂടെ ചെയ്യാം കേട്ടോ. ഇത് കുറച്ച് പച്ചരി ഞാൻ വെള്ളത്തിട്ട് വെച്ചാണ്. പിന്നെ നമ്മൾ ഇളനീര് വാങ്ങിക്കും കേട്ടോ കടയിൽ നിന്ന് ഇങ്ങനെ. അപ്പം അതിൻ്റെ നാളേരും ചില സമയത്ത് ഇതുപോലെ നന്നായി കാമ്പായിട്ടായി കിട്ടുക. അപ്പം ഞാൻ എന്താ ചെയ്യാറ്, ഇതുപോലെ പച്ചരി കുറച്ച് വെള്ളത്തിട്ടിട്ട് ഇതുപോലെ കുറച്ച് ഇങ്ങനെ വെള്ളം ഒഴിക്കും. എന്നിട്ട് ഈ നാളികേരോടും ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം കേട്ടോ. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് അരയാൻ പാടില്ല കേട്ടോ. ഒരു കുറച്ച് ഞാൻ കാണിച്ചു തരാം. ഞാൻ അരച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതേക്ക് ഒഴിക്കാം. ഞാൻ പാത്രത്തേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തിനായിരുന്നു ഞാൻ അരച്ചത് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഉണ്ണിവാവിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇത് കൂടെ നമുക്ക് വേണമെങ്കിൽ 2 ജീരകം ഇടാം, പക്ഷെ അത് അവർക്ക് ഇഷ്ടമല്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ചായക്കൊക്കെ നമ്മൾ വെറുതെ കട്ടൻ ചായയൊക്കെ വെച്ച് കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അതിൽ വേണമെങ്കിൽ കുറച്ച് എണ്ണ ഇങ്ങനെ ഒരുപാട് ഒഴിക്കരുത്, വെറുതെ ഇങ്ങനെ തൂവി കൊടുക്കുക, അത്രയേ വേണ്ടൂ. ജസ്റ്റ് ഇതൊന്ന് മറിച്ചിട്ടിട്ട് കഴിക്കുമ്പോൾ അല്ലേ വെറുതെ പോലും കഴിക്കാം. നല്ല ടേസ്റ്റ്. ആ നാളികേരമൊക്കെ അതിലേക്ക് അരഞ്ഞിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഉണ്ണിവായ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഉണ്ണിവായ്ക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഫേവറേറ്റ് ആയിട്ടുള്ളത്. അതിലൊരു സാധനം കേട്ടോ ഇത്. ഞാൻ ചെറുപ്പത്തിലൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നതാ. വാച്ചി ഉപ്പ് തക്കാളി ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അടുക്കളേക്ക്. എന്താ വാച്ചി? എന്റെ വാച്ചി ഇത് കാണുമ്പോഴേക്ക് ഐ എന്ന് പറഞ്ഞു കേട്ടോ. അവൾക്ക് ഇഷ്ടമാണ് അത്. ഹൈ അടി കിട്ടോ, അത് കളഞ്ഞോ? മാങ്ങ കഴിക്കുക, അങ്ങനെ അവളെ കഴിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ കറിക്കുള്ള അരപ്പ് റെഡിയാക്കാം കേട്ടോ. കുറച്ച് നാളികേരം, കുറച്ച് ചെറിയ ജീരകം, 2 ചുവന്നുള്ളി, ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പൊ എല്ലാം നന്നായിട്ട് വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, അത് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഞാൻ ചെമ്മീന്. അപ്പൊ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ജസ്റ്റ് ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇന്ന് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? നല്ലോണം നായ്ക്കളുടെ ഇത് സൗണ്ട് ഉണ്ട്. ഇന്ന് അവർ നന്നായിട്ട് എന്തോ പ്രത്യേകമായിട്ട് കാര്യമായിട്ട് എന്തോ മീറ്റിങ്ങിലാണ് കേട്ടോ. അതാണ് അവർ എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ബഹളമാണ്, നിങ്ങൾ കാര്യമാക്കണ്ട. എല്ലാവരും നമ്മളെ വീട്ടിന് നമ്മളെ പടിയിലായതുകൊണ്ട് നമുക്ക് കുറച്ച് സൗണ്ട് അധികം കേൾക്കും. അത് നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളക്കിയിട്ടെന്ന് നമുക്ക് ഇതിലേക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ. വെന്തിട്ടുണ്ട് ചെമ്മീനൊക്കെ. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, അരപ്പൊഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് സെറ്റാവട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് 2 ചെറുള്ളി മുറിച്ചിട്ടിട്ട് വറുത്തിടണം. അപ്പോൾ ചെറുള്ളി മുറിച്ചിട്ട് അമ്മമ്മ അവിടെ കോളിലുണ്ട് കേട്ടോ. അപ്പോൾ ചെറുള്ളി മുറിച്ചിട്ട് നമുക്കിത് വറുത്തിടാം. അതൊന്ന് തിളച്ച് സെറ്റാവട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനൊരു തുള്ളി എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഉണ്ണിയെടുത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കാൻ കൊണ്ട് കൊടുത്തു. അവള് ടേസ്റ്റ് അപാരിച്ചിട്ടിട്ട് കുത്തിയിട്ടു. അപ്പോൾ എനിക്ക് തോന്നി വേണ്ടായിരുന്നില്ല എന്ന്. കാരണം എനിക്ക് ശരീരം വേദനിച്ച് കഴിഞ്ഞ് എനിക്ക് ദേഷ്യം വരും. അപ്പം ഞാൻ കണ്ണി കണ്ടതും പറഞ്ഞിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾക്കിത് വറുത്തിടാം. 2 ചെറുള്ളി ഇട്ടിട്ട്, കറിവേപ്പില ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ രാത്രി പൊട്ടിക്കാൻ പോകുന്നില്ല. നമ്മളെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് പൊട്ടിച്ചുകൊണ്ട് വയ്ക്കുകയും ചെയ്യുക. അത് പകൽ മറന്നു. കറിവേപ്പില ഇല്ല ചേട്ടൻ കുഴപ്പമില്ല, ഞങ്ങൾ കാണിച്ചിട്ടോളൂ. അപ്പോൾ നല്ല കറിയായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും എന്തെങ്കിലും ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോൾ സഹായത്തിന് വരുന്നവർ വരാതിരിക്കുമ്പോൾ ഞാൻ ഉണ്ണിവാവയ്ക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ടാട്ടോ ഉണ്ടാക്കുക. അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചാണ് ഞാൻ കുക്ക് ചെയ്യുക കേട്ടോ.
ഇല്ലച്ചപ്പോൾ അവർ വെക്കുന്നതൊക്കെ അല്ലേ അവർ കഴിക്കുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് ഇഷ്ടത്തിലുള്ളത് അവർക്കറിയില്ലല്ലോ. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് എന്താ വെച്ചാൽ വെക്കുക, അപ്പോൾ അവർ കഴിക്കുകയല്ലേ ചെയ്യുന്നത്. ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എൻ്റെ മക്കൾക്ക് ഇഷ്ടമുള്ള നോക്കിയിട്ടാണ് ഞാൻ വെക്കുക കേട്ടോ. അപ്പം നേരത്തെ പറഞ്ഞു കേട്ടോ, ഞാൻ ഇന്ന സാധനം ഉണ്ടാക്കണ്ടേ, ഏയ് മമ്മി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. നല്ല ഫേവറേറ്റ് ആണ് കേട്ടോ, ഇഷ്ടമാണ്. എന്നിട്ടാ പ്ലേറ്റിംഗ് കാണിച്ചു കൊടുക്ക്. എത്രാമത്തേത്? ഫസ്റ്റ് വൺ. ഫസ്റ്റ് വൺ. രണ്ടെണ്ണത്ത് കഴിച്ചു കേട്ടോ. എങ്ങനെ ഇത് ഇഷ്ടാണോ? എങ്ങനെ ഇത് ഇഷ്ടാണോ? ചെറുപ്പം തൊട്ട് ഇഷ്ടാണോ? ഉണ്ണിവാവിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി തരൂ അല്ലേ? ഇടയ്ക്കൊരു വേണ്ടാന്ന് പറഞ്ഞോ, കഴിക്കല് കാണുമ്പോ അങ്ങനെ നല്ല തോന്നുന്നത്. നേരത്തെ പറഞ്ഞല്ലേ മമ്മി ഇങ്ങനെ ഉണ്ടാക്കി തരട്ടെ ചോദിച്ചപ്പോ വേണ്ടാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു കള്ളത്തി പറഞ്ഞു കേട്ടാ. സൗണ്ട് ഇല്ല, ഓർക്കാറില്ല. അല്ലെങ്കിലും ഞാൻ പറയുന്നൊന്നും ഓർക്കാറില്ല. എനിക്ക് പീരീഡ്സ് ആണ്, എനിക്ക് വയറ് വേദനിച്ചിട്ട് നിക്കാൻ പറ്റണില്ല. ഇവർക്ക് ഇവർക്ക് 5 ദിവസം ലീവ്, എനിക്ക് 3 days. ഇവർക്ക് 3 days വെച്ചാൽ 3 days. ഇവിടെ ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ല, ഉച്ചയ്ക്ക് ഞാൻ കിടന്നൊന്ന് ഞാൻ നീട്ടപ്പോ എന്നോട് ഒന്ന് ചോറ് ചോദിക്കുന്നു. ഈ സാധനം എന്നോട് ഒന്ന് ചോറ് ചോദിക്കുന്നു. അതിന്റെ അർത്ഥം അവരൊന്നും ചെയ്യുന്നില്ല നല്ല. എന്റെ കുട്ടി 4 ആരോടാ വിശക്കുമ്പോൾ വന്ന് ചോദിക്കുക? എന്താണ്? അമ്മോടല്ലാതെ ആരോടെ വിശക്കുമ്പോൾ വന്ന് ചോദിക്കുക? ഒരു പരിധി ഇല്ലേ? വലുതായില്ലേ? അല്ലാട്ടെ എന്റെ കുട്ടി 3 or 4 വീഡിയോ എടുത്ത് പറയാറ്, നിങ്ങൾക്ക് എത്ര വളർത്തായാലും ഞങ്ങക്ക് നിങ്ങൾ ഇപ്പോഴും കുഞ്ഞു കുട്ടിയാണ്. അതിനല്ലേ ഇപ്പൊ ചെയ്യുന്നത്. കുഞ്ഞു കുട്ടീനെ നോക്കണ്ടല്ലോ. അതുകൊണ്ടല്ലേ ചെയ്തത്. ഓക്കെ. അല്ലാട്ടെ എന്റെ കുട്ടി വീഡിയോ എടുക്കായിരുന്നു. പിന്നെ കുഞ്ഞാവിക്ക് പനിയാണല്ലോ. അപ്പൊ ബൈഡാ. കറി എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ കുറച്ച് കൊണ്ടു കൊടുത്തു കേട്ടോ. ഉണ്ണി സ്റ്റോപ്പി. ഞാൻ കുറച്ച് കൊണ്ടുകൊടുത്തു കേട്ടോ, ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്. അവൾ എന്നെ ഇട്ട് കുത്തുക. എനിക്ക് ദേഷ്യം വന്നിട്ട് കണ്ടെന്നുണ്ട് 4 പറഞ്ഞിട്ട് പോയി. ഞാന് സങ്കടായോ? ഇല്ലേ, ശീലായില്ലേ? വേണം ശരിക്കും. ഞാൻ ചോറ് കഴിക്കാൻ ജ്യൂസ് കൊടുക്കാൻ കുറച്ച് പരിപാടി കണ്ടവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ കുട്ടിക്ക് തുമ്മലാണേ. ശരി. അപ്പൊ നമ്മളുടെ കറിയിലേക്ക് വറുത്തിട്ടാട്ടോ. ഞാൻ കറിവേപ്പില ഇട്ടിട്ടില്ല. അപ്പൊ നമ്മൾ വറുത്തിട്ടു. അപ്പോൾ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇതെങ്ങനെ ഇരിക്കട്ടെ. അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ, നല്ല ടേസ്റ്റാ. അപ്പോൾ ഇന്നലെ നമുക്ക് ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇന്ന് മമ്മി എനിക്ക് നല്ല ചെമ്മീനും പിന്നെന്തായിരുന്നു മമ്മി? അതല്ല, ഇന്നലെ ചെമ്മീൻ കറി ഉണ്ണി കഴിച്ചില്ല. അന്നേരം മമ്മി ഓൾറെഡി ആ കഞ്ഞി കുടിച്ച് പിന്നെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ആള് ഫുഡ് കഴിച്ചില്ല, അങ്ങനെ ഉറങ്ങി. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ചെമ്മീൻ കറി വിത്ത് ചെമ്മീൻ മാങ്ങ കറി, മാങ്ങ ചമ്മന്തി, പിന്നെ വേറെ എന്തോ ഒരു ചമ്മന്തി, പിന്നെ നമ്മുടെ മമ്മിയുടെ സിഗ്നേച്ചർ മസാലക്കറി. നമുക്കിതൊന്ന് കഴിച്ചോ. ഈ മസാലക്കറി എന്ന് കഴിക്കുമ്പോഴും എനിക്ക് സുധുവിന് ഓർമ്മ വരും. പാവം വാവയുടെ ഫ്രണ്ട് സുധുവിന് ഇഷ്ടാട്ടോ. വാവ് സ്റ്റോപ്പി. ചെമ്മീൻ കറി ഇന്നലെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നാണ് അതിന്റെ ബാക്കിയുള്ള വീഡിയോ എടുക്കുന്നത്. ഓ സൂപ്പർ ഫണ്ടാസ്റ്റിക്. വാവേ എനിക്ക് ഏറ്റവും ഇഷ്ടം ചെമ്മീൻ ഇങ്ങനെ കടിക്കുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോ ഒരു സ്പെഷ്യൽ ടേസ്റ്റ്. പൊതിച്ചോറ് ഇട്ട് തന്നാലോ? ഒരു മറ്റേ അന്ന് പറഞ്ഞ പോലെ ആംപ്ലേറ്റ് എന്താ പറഞ്ഞല്ലോ വാവുകുട്ടി, ഓംപ്ലേറ്റിനെ കാര്യം കാണിച്ചില്ല കേട്ടോ. ഞാൻ കിടക്കാൻ വേണ്ടി വന്നതാണ്. അപ്പുണ്ടോ ഉണ്ണി തുണിയുള്ളു മടക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ദിവസം കൂടുമ്പോൾ മോളിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് മടക്കി വയ്ക്കുക ചെയ്യാറ്. ബെഡിലിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കിടക്കുക തന്നെയാണ്, അങ്ങനെ എണീക്കണമെന്നില്ല. അപ്പോൾ എനിക്കിത് അവളോട് പറഞ്ഞ് താഴെ കൊണ്ടുപോകാൻ ഞാൻ മടക്കാന്ന്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞ ശേഷം എനിക്ക് പിന്നെ മടക്കാനൊന്നിനും വയ്യ കേട്ടോ. അപ്പോൾ ബെഡിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുട്ടി പാവം അതിനെയൊക്കെ മടക്കി താഴെ വെച്ചിരിക്കുക. എന്നോട് എടുത്ത് വയ്ക്കുമോ മമ്മി, ഞാൻ മടക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ശരിയെന്ന് പറഞ്ഞു. പാവം നോക്കി നോക്ക്, നല്ല വൃത്തിയിൽ മടക്കും കേട്ടോ. പിന്നെ തുണി മടക്കാനൊക്കെ ഭയങ്കര വൃത്തിയാൾക്ക്. എല്ലാ ജോലിക്കും വൃത്തിയാട്ടോ, പക്ഷെ തുണി മടക്കുമ്പോൾ ഒന്നും കൂടി വൃത്തിയിൽ മടക്കും. അപ്പം ഇതൊക്കെ എനിക്ക് എടുത്ത് വെക്കണം. അപ്പം ഞാൻ ഇടയ്ക്ക് കബോർഡൊക്കെ വൃത്തിയാക്കും. അപ്പോൾ ഇതിലുള്ള കുറച്ച് തുണികൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാട്ടോ. നമ്മൾ സഹായത്തിന് വരുന്ന അവർക്ക് കൊടുക്കും ഞാനിങ്ങനെ. എപ്പോൾ കബോർഡ് വൃത്തിയാക്കുമ്പോഴും ഞാൻ ഇതുപോലെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് ചുരിദാർ ടോപ്പുകളൊക്കെ അങ്ങനെ കൊടുക്കും.
അപ്പോൾ ഏകദേശമൊക്കെ എടുത്തു വെച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. നമ്മുടെ വീട്ടിൽ സഹായത്തിന് വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ ഇതുപോലെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി മാറ്റി വെച്ചതാണ്. എല്ലാം എടുത്തു വെച്ചു കേട്ടോ. ഉണ്ണി ഒക്കെ അടുക്കി പെറുക്കി വെച്ചതുകൊണ്ട് എനിക്കത് അങ്ങോട്ട് എടുത്ത് വയ്ക്കുക വേണ്ടി വന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഹലോ, അപ്പോൾ എൻ്റെ കുട്ടിക്ക് പീരിയഡ്സ് ആണ്. ഇപ്പോൾ എണീറ്റ് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വരുമ്പോഴത്തേനും മമ്മി കുഞ്ഞിന് കുറച്ച് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നോക്ക്, ഇത് ഇഡലി. എനിക്ക് ദോശയെക്കാട്ടിലും ഇഡ്ഡലി തന്നെ ഇഷ്ടം. ഇഡലി അതിനുള്ള അത് കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് വേറെ ഒന്നും അല്ല കേട്ടോ. ഞാൻ കുറച്ച് മാവേ ഉള്ളൂ. ഇത് മമ്മിയുടെ തക്കാളി ചട്നിയാണോ? മമ്മിയുടെ അത് കഴിച്ചിട്ട് കുറേ ദിവസമായി. അതുകൊണ്ട് ഇഡലിയും ചട്നിയാണ് നമ്മളുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. അത് വാവക്കുട്ടിക്ക് വാവക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അതുകൊണ്ടാണ് വാവക്കുട്ടിക്ക് വേണ്ടിയിട്ട് അരച്ചു കൊടുത്തത്. ചൂടുകാലത്ത് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ ഇടയ്ക്ക് സംഭാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സംഭാരുണ്ട്. എന്താ അത് കുട്ടിക്ക് ആപ്പിൾ കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഓ മൈ ഗോഡ്. അത് അവിയല്. അത് വെള്ളപ്പയറ് ഒരു തോരനാണ് കേട്ടോ. ഇതിന്റെ അടിപൊളിയാണ്, നല്ല ഹെൽത്തിയാണ്. ഞാൻ റെസിപ്പി പിന്നെ പറയാം. സാമ്പാർ, മസാലക്കറി, സാലഡ്. ഉണ്ണിക്ക് ഇഷ്ടപ്പെട്ട സാലഡ്. അത് ഉണ്ണിക്ക് പപ്പായ. അപ്പൊ ഉണ്ണി എണീറ്റ് വരുമ്പോഴത്തേന് ഹെൽത്തി ആയിട്ട് ഇനി അനാറും കൂടി തൊലിച്ച് വെക്കണം വിചാരിച്ചു. പക്ഷെ സമയം കിട്ടിയില്ല. അത് മമ്മി റെഡിയാക്കി തരാം. മമ്മി ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ആക്കി തരാം. അപ്പോൾ ഒക്കെ റെഡിയാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ക്ലീനിങ് ആട്ടോ. പകുതി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു നാളികേരം വെട്ടി കൊടുക്കണം കേട്ടോ ഉണ്ണിക്ക്. ഒരു ഇളനീര് വെട്ടി കൊടുത്തരാം കേട്ടോ ഉണ്ണിക്ക്. ഞാനിങ്ങനെ വേനൽക്കാലായ ഇല്ലച്ച് നമ്മൾ ബോട്ടിലാണ് വാങ്ങിക്കുക. അപ്പോൾ ഇങ്ങനെ ഇളനീര് വാങ്ങി വയ്ക്കുന്നത്. ഇഡലി കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചു. വേറെ നല്ല മാവ് ഇനി കുറച്ചല്ലോ എടുത്ത് വയ്ക്കാനുള്ളത് ഇല്ലേനും. അപ്പോൾ വാക്കുട്ടി പാവം ഞാൻ വന്നിട്ട് ഇഡലിയും തക്കാളി ചട്നിയും കൂടി കഴിക്കാൻ മമ്മി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാക്കുട്ടിക്കും കൂടെ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. ഓക്കെ, വയർത്തണം. ഇന്ന് രാവിലെ തന്നെ വന്ന ഉടനെ ഡോസ് കൊടുത്തു കേട്ടോ. എനിക്ക് കുടിക്കാനുള്ള മല്ലിവെള്ളം കേട്ടോ ഇവിടെ ഞാൻ ക്ലീൻ ചെയ്യാൻ പോകണം. പിന്നെ പാലും കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. ഒരു 11 മണിക്കൊക്കെ കഴിഞ്ഞു കേട്ടോ ഉണ്ണി ജോലിയെല്ലാം. ഇനി അടിക്കലും തുടയ്ക്കലും ചെയ്യണം. അത് ഉണ്ണിക്ക് വൈകാൻ വെച്ചാൽ അവിടെ ചെയ്യും. ഇല്ലച്ചാൽ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യണം കേട്ടോ. അംഗൻവാടിക്ക് പോയാലോ? അത് പിന്നെ ഇവിടെ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ എനിക്ക് ലീവില്ല, അവർക്ക് 10 ദിവസം ലീവാട്ടോ. ഓക്കോ, കഴിച്ചിട്ടോ. ഇവിടെ സാമ്പാർ കൊടുത്തോ കുറച്ചൊക്കെ കൂടെ. ഇഡലി അതൊക്കെ പെറുക്കി എടുത്തിട്ട് കഴിക്കുവോ? കളി എന്തും ചെയ്ത കിട്ടോ. വൃത്തിയായിട്ടൊരു സ്വഭാവമുണ്ട്. ഫുഡ് 2ാം വട്ടം എടുക്കണ ഇഷ്ടമല്ല. അത് വെച്ചിട്ട് അങ്ങോട്ട് എടുക്കും, എന്നിട്ട് കൊണ്ട് കളയും. ആ സ്വഭാവം എനിക്ക് ഇഷ്ടമല്ല. ഞാൻ എങ്ങനെയാ വെച്ചാൽ കുറച്ചെടുക്കും എന്നിട്ട് കഴിക്കും. അങ്ങനെയാണ് എൻ്റെ സ്വഭാവം. അതും ഒരു എടുത്തല്ല. ശരി. അപ്പൊ ഇത്രയേ ഉള്ളൂ ചേട്ടാ. നമ്മളുടെ വേറെ ഡെയിമി ലൈഫിന്റെ ബാക്കിയാണ് കേട്ടോ അത്, അല്ലേ? ഹലോ ഗൈസ്, അപ്പൊ ഞാൻ മണാലി പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു സരോജിനി മാർക്കറ്റിക്കൊക്കെ പോയപ്പോ. ഡൽഹി പോയപ്പോ കേട്ടോ. ഡൽഹിയിലാണ് സരോജിനി മാർക്കറ്റ്. മണാലി പോകുമ്പോൾ ആ ട്രിപ്പ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ കുറച്ച് സാധനങ്ങളെ മേടിച്ചിട്ടുള്ളൂ. കാരണം 2 റീസൺസ് ആണ്. ഒന്നാമത്തെ റീസൺ പറഞ്ഞാൽ എനിക്ക് കൊണ്ടുവരാൻ സ്ഥലം ഇല്ലായിരുന്നു. കാരണം എൻ്റെ ട്രോളിയും എൻ്റെ ഒരു ബാഗ് രണ്ടുമാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. രണ്ടും ഭയങ്കര ഫുള്ളായിരുന്നു കേട്ടോ. അപ്പൊ സ്നാക്സ് വെച്ചിരുന്ന സ്ഥലം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ സ്ഥലത്തിൽ ഞാൻ അത് കൊള്ളിച്ചിട്ട് അങ്ങനെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര വയ്യായിരുന്നു. അത് ഈ സരോജിനി മാർക്കറ്റ് കൂടെ നടക്കുമ്പോൾ തന്നെ എനിക്ക് കുറച്ച് നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ കാരണം തൊണ്ടവേദന ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നടന്ന് എത്തിയപ്പോഴേക്കും പകുതി എത്തിയപ്പോഴേക്കും ഭയങ്കര പനി പോലെ ആയിട്ട് ഭയങ്കര വിറയ്ക്കണ പോലെ നല്ല പനി ഉണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു കൂടെ. എന്നിട്ട് ഞങ്ങൾ എല്ലാ കടയിലും പോയി ചൂടുവെള്ളം ചോദിച്ചു. കഴിക്കണ എവിടെയെങ്കിലൊക്കെ പോയിട്ട് ചൂടുവെള്ളം ചോദിച്ചു. അത് എന്നിട്ട് ഞങ്ങള് ചൂടുവെള്ളം ചോദിച്ചപ്പോഴൊന്നും എവിടെയും കിട്ടാനില്ല. എന്നിട്ട് അവര് 20 റുപ്പീസിന്റെ മിനറൽ ബോട്ടിൽ ഇല്ലേ, അത് ചൂടാക്കി തന്നിട്ട് 40 രൂപയ്ക്ക് ഞങ്ങൾ മേടിക്കുകയായിട്ട് ചെയ്ത്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നടന്നു. അപ്പൊ എനിക്ക് അതുകൊണ്ട് അധികം സാധനങ്ങളൊന്നും മേടിക്കാൻ പറ്റിയില്ല. പക്ഷെ മമ്മീനെ കൊണ്ടുപോയ മമ്മി സൂപ്പറായിട്ട് പർച്ചേസ് ചെയ്യാനുള്ളതുണ്ട്. കാരണം എല്ലാം ഭയങ്കര അഫോർഡബിൾ ആണ്. നമുക്ക് ഒരു ദിവസം നല്ല ഫണ്ണാണ്. കാരണം നമ്മള് അവിടെ വിൽക്കണ ഒരു ചേട്ടനൊക്കെ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഫേമസ് ആയി എന്നിട്ട് അങ്ങനെയൊക്കെ ചോദിക്കണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അത് നമ്മളൊരു കമ്മൽ പിടിച്ചോ. ഇത് മമ്മിക്കും ഉണ്ണിക്കും ഒക്കെ ഇടാം. അങ്ങനെയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ക്രാബ് ഉണ്ണിക്ക് നമുക്ക് പിന്നെ കൊടുക്കാം.
കുറച്ച് ക്രാബുകൾ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ പ്രൈസ് ഞാൻ പറയാം. ഇതിന് 30 റുപ്പീസ്. 30 റുപ്പീസിന് നഷ്ടാ ഉണ്ണി. 30 30 രൂപയ്ക്ക് നഷ്ടാ. ഏയ് ആണോ? ആ പൊടി ആണ്. എനിക്കറിയില്ല, ഞാൻ 30 ആണ് തോന്നുന്നു. 30 തന്നെ. ഇതിന് 4ന് 100 രൂപ. സോറി 4 എണ്ണത്തിന് 100 രൂപ. അത് നഷ്ടമാണ്. ഓ മമ്മി, ഞാൻ ഇങ്ങനത്തെ ഒന്നിന് 25 രൂപ ഉണ്ടോ? 4 എടുത്തതിന് ഞാൻ ഓൺലൈനിൽ മേടിച്ചതിന് 249 റുപ്പീസ് ഒക്കെ വന്നു. അപ്പൊ ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇതേ സെയിം സാധനം ഞാൻ ഓർഡർ ചെയ്തതിന് അത്ര ഉണ്ടായിരുന്നു. അതോടെ ഞാൻ എടുത്തത്. പക്ഷെ സരോജിനി മാർക്കറ്റിൽ അത്ര വില കുറവൊന്നുമില്ല കേട്ടോ. അത് വെച്ചിട്ട് ആരും പോകണ്ട. ഞാന് എന്താ ഇല്ല വിലക്കുറവൊക്കെ. ഇത് ട്രെയിനിൽ നിന്ന് മേടിച്ചതാണ്. ഇതിന് 20 റുപ്പീസ്. അപ്പൊ എന്തായാലും ട്രെയിനിൽ നിന്നൊക്കെ ആരോ വില കുറവില് തരും. ശരി, അടുത്തെടുക്ക് നോക്കട്ടെ. മേടിച്ച് വന്നത് ഇതിനത്ര ആയിരിക്കും മത. ഇതാർക്ക് ചേച്ചിക്കോ? എല്ലാവർക്കും ഇടാം. ഇതിനത്ര ആയിരിക്കും. ഇതിനൊരു 250 രൂപ. 50 രൂപയ്ക്കാണ്. അത് ആരെ കിട്ടതാണോ? ഡ്രസ്സിനൊക്കെ 50 ഒക്കെ ഉള്ളു. പക്ഷെ എനിക്ക് ഒരു ഡ്രസ്സിന് അല്ല അങ്ങനെയാണ് അവിടെ ഫുള്ള് ഡ്രസ്സ് 50 രൂപയ്ക്ക് ഫുള്ള് ഏതെടുത്താലും 50 അങ്ങനെ. ശരി, അടുത്ത ഇതൊക്കെ കണ്ടോ എത്ര സ്ഥലം പോവാ. എനിക്ക് സ്ഥലം ഇല്ലാത്തോണ്ട് അല്ലെങ്കിൽ ഞാൻ അടിച്ചു പൊളിച്ചതുണ്ടാവും. ചെരുപ്പൊക്കെ ഉണ്ടായിരുന്നു. ചെരുപ്പില്ലേ, ഞാൻ 150 രൂപയ്ക്ക് തരില്ല പറയുമ്പോ തെറ്റിപ്പോന്നു. പിന്നെ എന്റെ കുട്ടി കഷ്ടപ്പെട്ട് ഇഷ്ടത്തോടെ വാങ്ങിട്ട് വന്ന കേട്ടോ. ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷെ അവിടെ വല്ലാതെ വിലക്കുറവാന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചോണ്ട് പറഞ്ഞതാ. എന്റെ 50 രൂപയ്ക്ക് അത് വെറുത്താണ്. ബാക്കിയുള്ളതൊക്കെ വാക്കുട്ടി വിലക്കുറവാടാ, വില കൂടുതലാടാ. ഇതിന് അത് ഒരു രക്ഷയില്ല. അടിപൊളി കേട്ടോ അത് വാക്കുട്ടി. അയ്യോ പൊന്ന, അത്രയും ഭംഗിയുണ്ടായിരുന്നു അതിന്. നിനക്കൂടാ ഇതെനിക്ക് വാക്ക് മാറ്റി തരികയാണ്. പ്രശ്നമായോ? 2 ബാഗ് വാങ്ങിക്കായിരുന്നില്ലേ വാവേ? ഇതിനത്ര 50 രൂപയ്ക്കുള്ളൂല്ലേ? ബാഗിന് 50 രൂപയുള്ളൂ. പിന്നെ 50 രൂപയ്ക്ക് ഇത് 450 രൂപയുടെ ബാഗാണ്. അതിന് ഞാന് 300 രൂപയ്ക്ക് മേടിച്ചു. പക്ഷെ അല്ല 300 രൂപയ്ക്ക്. അടിപൊളി ബാഗ് കിട്ടും. പക്ഷെ വെള്ളയതുകൊണ്ട് പെട്ടെന്ന് അഴുക്കാവും. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ വാവേ. 2-3 ചേച്ചിക്ക് വാങ്ങിയിരുന്നില്ലേ? പിന്നെന്താ അത് ഞാൻ എനിക്ക് എല്ലാ സ്ഥലങ്ങൾക്കും പോകുമ്പോ ഇങ്ങനെ മാഗ്നറ്റ് വേണമെന്നുണ്ട്. ഇത് ഡൽഹിത്തെ താജ്മഹലിന്റെ ആഗ്ര അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് കിട്ടി ഒരു മാഗ്നറ്റ്. പക്ഷെ മണാലിത്തെ മേടിച്ചില്ല, മറന്നുപോയി. അയ്യോ അത് കുഴപ്പമില്ല. മണാലിത്തെ എനിക്ക് ഇങ്ങനെ പിന്നെ എടുക്കാം പിന്നെ ആ ചേട്ടനായിട്ട് പരിചയം അവരോടൊന്ന് വാങ്ങി വെച്ചു. എനിക്ക് മണാലിത്തെ ഇനി ആരെയും പോകുമ്പോ മണാലി പോകുമ്പോ ഒന്ന് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞാൽ മതി. എന്നാൽ ഞാൻ പോയിട്ട് അത് കുഴപ്പമില്ല. പോയല്ലോ അല്ലേ? അതെ. അപ്പൊ ഡൽഹിയുടെ കിട്ടി. ഉണ്ണിക്കൊന്നും ഇല്ല. ഉണ്ണിക്കന്നെ ഇതൊക്കെ അല്ലേ? മമ്മിക്കും ഒരു ബാഗും കൂടി ഉണ്ടെങ്കിൽ ഒരു ട്രോളിയും കൂടി എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഇല്ലേ ഞാൻ തകർത്തുണ്ടാവും. അതത് മനസ്സിലായി. ഇങ്ങനെ നടക്കണ്ടായിരുന്നു കേട്ടോ. ഞാൻ തണുത്തിട്ട് എനിക്ക് നല്ല വയ്യ. ബാഗ് ഒരു രക്ഷയില്ല കേട്ടോ വാക്കുട്ടി. അടിപൊളിയായിട്ടുണ്ട്.